ലോത്തിന്റെ കാലം. മനസ്സിലാക്കുക, സോദോം ഗൊമോറയുടെ നാശം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ചാവുകടൽ. ആ ദേശത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ആ ദേശത്തോട്, ആ ചാവുകടൽ എന്ന് ചരിത്രത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിസമ്പന്നം മനോഹരമായ ദൈവത്തിന്റെ തോട്ടം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു എൻ്റേത്. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ നാശം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്നെ പാപത്തിൽ നയിച്ചപ്പോ സോദോം ഗൊമോറയുടെ നിലവിളി എവിടെ എത്തി? സോദോം ഗൊമോറയെ ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി ആരാ നിലവിളിച്ചേ? അബ്രഹാം അങ്ങോട്ട് പോയില്ല. അബ്രഹാം മാറി നിന്ന് ദൈവസന്നിധിയിൽ ഇന്ത്യയിൽ നിൽക്കുകയായിരുന്നു. അബ്രഹാം വിചാരിച്ചു, എന്റെ കൂട്ടത്തിൽ എന്റെ സഹോദരനാണല്ലോ ആരെ? ലോത്ത്. അപ്പൊ ലോത്ത് ഇത്ര വർഷങ്ങളായി അവിടെ താമസിക്കുന്നു. കുറഞ്ഞ പക്ഷെ ഒരു 50 നീതിമാനം അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? സുവിശേഷമൊക്കെ പറഞ്ഞ് അവൻ നേടിയിട്ടുണ്ടാകും. കാരണം അവൻ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നതും എൻ്റെ യാഗപീഠത്തിലുള്ള ആരാധനയും എൻ്റെ ജീവിതം എല്ലാം കണ്ട് എന്നോട് കൂടെ സഞ്ചരിച്ച് എന്നോട് കൂടെ കുറെ കാലങ്ങൾ ജീവിച്ച മനുഷ്യനാ. എന്നെ അറിയാം, അവൻ രക്ഷിക്കപ്പെട്ടവനാ. എനിക്കറിയാം അവനെ ആ ദേശത്താക്കിയിട്ട് കുറെ വർഷങ്ങളായി. കുറഞ്ഞ പക്ഷം ഒരു 50 നീതിമാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു ദേശത്തെ ദൈവമേ നീ ന്യായം വിധിക്കുമോ എന്ന് ചോദിച്ച് അബ്രഹാം ഇടിവിൽ നിൽക്കുമ്പോൾ അബ്രഹാമിന്റെ ചിന്ത, എന്റെ സഹോദരൻ അവിടെ പോയിട്ട് ആരിച്ചിരി ദ്രവ്യാഗ്രഹിക്കുക, പിടിച്ചു പറിയൊക്കെ ഉണ്ട്, എല്ലാം ശരിയാ, കയ്യിലിരിപ്പിത്തിരി മോശം, അതൊക്കെ കാര്യമാണെങ്കിലും ഇവന്റെ അകത്ത് എന്തുണ്ട്? ഒരു ദൈവിക ബന്ധം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇവനൊരു 50 പേരെങ്കിലും അവിടെ നേടിക്കാണണം. ഈ ചിന്തയിൽ നിന്നുകൊണ്ട് ആര് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന അബ്രഹാം വന്നു 10 പേരെ പോലും അവിടെ നീതിമാനായിട്ട് കിട്ടിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ ഭൂമി, അപ്പോ ഈ സോദോം ഗൊമോറയുടെ നിലവിളി എവിടെ എത്തി? ദൈവസന്നിധിയിലെത്തി. ആരാ നിലവിളിച്ചേ? അബ്രഹാം അവിടെയല്ല, അബ്രഹാം വേറെ സ്ഥലത്താണ്. ഇടിവിൽ നിൽക്കുകയാണ് ചെയ്ത് തന്റെ ഇമാജിൻ ചെയ്തുകൊണ്ട്, എന്റെ സഹോദരൻ അവിടെ ഉണ്ട്, മരവിച്ചാല് എല്ലാ സഹോദരനുണ്ട്, 50 നീതിമാൻ ആ പ്രദേശത്ത് കാണും, ഇത്ര വർഷങ്ങൾ അവനവിടെ സുവിശേഷം ആണെന്നൊക്കെ പറഞ്ഞാൽ പോയത്. ഇവിടുന്ന് രക്ഷിക്കപ്പെട്ടൊക്കെയാ പോയെ. അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു 10 നേടിക്കാണും. അതുകൊണ്ട് അങ്ങനെ അബ്രഹാം ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ. അവസാനം പ്രാർത്ഥന നിർത്തി വിട്ടുപോയി. അപ്പോ ദൈവത്തിന്റെ ദൂതന്മാർ വന്നത് എങ്ങനെയാണ്? സോദോം ഗൊമോറയില് നിലവിളിക്കാൻ അവിടെ നീതിമാനായ മനുഷ്യന്മാരില്ല. പിന്നെ ആരാ അവിടെ നിലവിളിക്കാനുള്ളത്? പാപം കണ്ട് നിലവിളിക്കുന്നത് ആര്? അകൃത്യം കണ്ടുകൊണ്ട് നമ്മൾ അനുഭവിക്കാതിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാതിരിക്കുമ്പോൾ നിലവിളിക്കുന്നത് ആര്? ഭൂമി നിലവിളിക്കും. സോദോം ഗൊമോറയുടെ നിലവിളിയാ സ്വർഗത്തിലെത്തിയത്. ആ നിലവിളി പോലെ തന്നെയോ എന്നറിയാൻ ആണ് ദൈവം ചെയ്തത്, ആളെ വിട്ടത്. ഇത് സ്വർഗത്തിൽ കേട്ട നിലവിളി അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ അറിയാനാ അവിടെ ആളെ വിട്ട് ഇവിടെ ഇത് പരിശോധിച്ചപ്പോ കറക്റ്റായി ആ ദേശത്തെ ദൈവം ന്യായം വിധിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു ദേശത്ത് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയരുത്. കാരണം ആ ദേശത്ത് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തെ ദൈവം ന്യായം വിധിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല. അകൃത്യം കണ്ട്, പാപം കണ്ട്, പാപത്തിന്റെ ഭാരം കണ്ട് നമ്മൾ ചലിക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവസന്നിധിയില് ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നാം തയ്യാറായില്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ദേശം, ആ ഭൂമി ദൈവത്തോട് നിലവിളിക്കും. ആ നിലവിളി സ്വർഗത്തിലെത്തും. ആ സ്വർഗത്തിൽ ആ നിലവിളി എത്തിയാൽ അവിടെ ഒരു നീതിമാൻ ഇല്ലെങ്കിൽ ദൈവം അതിനെ ന്യായം വിധിക്കുമ്പോൾ
ഇത് ആരോട് ചോദിക്കും? ആരോടാ ചോദിക്കുക? ഉത്തരവാദിത്തം ആരുടെ പേരില്ല? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഭൂമിയുടെ ഉപ്പ് അല്ലേ? എത്ര വർഷമായി ഭൂമിയിൽ നമുക്ക് പെര വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല. ജനിച്ചു വളരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ആ ദേശത്ത് അവിടുത്തെ ഭൂമി, ആ ഭൂമിയെ ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി വിളിക്കുമ്പോ, ന്യായം വിധിക്കാൻ വേണ്ടി വിളിക്കുകയല്ല, തന്റെ ഭക്തന്മാരെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും വിളിക്കും. ഈ വിളിക്കുന്ന സമയത്ത് ആ ഭൂമി പറയും, ദേ ബിജു എന്ന വ്യക്തി, ദേ എന്തോസ് എന്ന വ്യക്തി മറ്റൂരിന്റെ പ്രദേശത്ത് ഇത്ര വർഷങ്ങളായി ജീവിക്കുന്നുണ്ടെന്ന് ഭൂമി ദൈവത്തിന്റെ സന്നിധിയിൽ പറയും. അപ്പൊ ചോദിക്കും, ഉപ്പാക്കി വെച്ച നീ നിന്റെ ദേശത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തോ? നീ നിലവിളിച്ചോ? നീ നിന്റെ നിലവിളിയാണോ സ്വർഗത്തിൽ കേൾക്കുന്നത്, അതോ ഭൂമിയുടെ നിലവിളിയാണോ ദൈവത്തിന് കേൾക്കാൻ കഴിയുന്നത്? മണ്ണും കല്ലും നിലവിളിക്കും. ദൈവസന്നിധിയില് സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി സാക്ഷിയായി വിളിക്കുമെന്ന് 50-ാം സങ്കീർത്തനം 4-ാമത്തെ വചനത്തിന് വായിക്കുന്നത്. സാക്ഷിയായി വിളിക്കും. പ്രിയമുള്ളവരെ, ആകാശം ഭൂമി ദൈവം വിളിക്കും. എന്തിനു വിളിക്കും? ഭൂമി എന്തു പറയും? ഭൂമി എന്തോ പറയും? കയ്യാട് ദേശത്ത് ഈ ഭൂമി പറയും. എത്ര മാസമായി ഇപ്പോൾ ഇവിടെ ചർച്ച? 4 മാസമല്ലല്ലോ, 5 മാസമായില്ലേ? ഫെബ്രുവരി 5 മാസം, ജനുവരി, ഫെബ്രുവരി 5 അല്ലേ? 4 മാസം. ശരിയാ. കരിയാട് ദേശത്തെ ഭൂമി വിളിച്ച പറയും, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ഒരു ആരാധന ഇവിടെ ഉണ്ട്. അപ്പൊ ചോദിക്കും, എന്നിട്ട് എന്തോ ചെയ്തു? അതാത് ദേശത്ത് എന്തിനാ ഇങ്ങനെ ദൈവം ഒരു കൂട്ടായ്മ വയ്ക്കുന്നത്? എന്തിനാ ദൈവം അവരെ വിളിച്ച് ഒത്തിരി ആൾക്കാരെ ഇടയിൽ നിന്ന് വളരെ കുറഞ്ഞ ആൾക്കാരെ വിളിച്ച് ദൈവം നിർത്തുന്നത് എന്തിനു വേണ്ടിയാ? ഭൂമിയെ ദൈവം ന്യായം വിധിക്കുവാൻ വേണ്ടി, തന്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ അവൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും വിളിക്കും. സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി വിളിക്കും. ഈ വിളിക്കുന്ന സമയം ഭൂമിക്ക് പറയാനുള്ളത് എന്തായിരിക്കണം? ഇവനിവിടെ ജീവിച്ചു തീർന്നപ്പോഴേക്കും ഉപ്പായി മാറി ഭൂമി പറയണം, ഞാൻ കേടുകൂടാതെ ഈ ദേശത്തിന്റെ അനർത്ഥം ഏറ്റെടുത്തുകൊണ്ട് ഈ സഭ കരിയാട് ദേശത്ത് നിലകൊണ്ടിരുന്നു എന്ന് ഇവിടുത്തെ കരിയാട് ദേശത്ത് ഭൂമി പറയാൻ കാരണമാകണം. ഇത് പറയാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, കുടുംബങ്ങളിലെ ഭവനങ്ങളിലെ ദൈവമേ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് എന്താ? നമ്മുടെ തലമുറകൾ പോലും കൂടെ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് പറഞ്ഞ് കാര്യങ്ങളെ തലകീഴായി മറിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടുക. നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെ, ദൈവത്തില് സ്നാനപ്പെട്ടു, എല്ലാം നമ്മൾ ചെയ്തു, പക്ഷെ വിവാഹം വേണ്ട. ആരാ പറഞ്ഞ നിന്നോടത്? ക്രിസ്തീയ ജീവിതത്തില് ദൈവം വെച്ച ആദ്യത്തെ വ്യവസ്ഥ ലംഘിച്ചു. ആരെ ലംഘിച്ച? മനുഷ്യനല്ല, ക്രിസ്ത്യാനി ലംഘിച്ചു. ക്രിസ്ത്യാനി അത് ലംഘിച്ചത് കൊണ്ട് ഈ ലോകത്ത് ഉപ്പായി നിൽക്കേണ്ടുന്നവൻ കാലമില്ലാതെ ചവിട്ടി കളയാൻ ഇടയാകുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ജീവിതങ്ങൾ തകരുന്നു. നമ്മൾ മനസ്സിലാക്കുക, 10-14 ജില്ലകളോളം നമ്മുടെ കേരളത്തില് കുടുംബ കോടതികളുടെ എണ്ണം എത്ര? ഇപ്പോ കുടുംബ കോടതികൾ എണ്ണം എത്ര വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? വിവാഹം തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും, അവസാനിപ്പിക്കും. എവിടെ? എന്നിട്ട് ദൈവസഭ കണ്ണുനീര്, പ്രാർത്ഥന, എന്തെല്ലാം പരിപാടികൾ വയ്ക്കും. രക്ഷപ്പെടുവോ? രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? കാര്യമെന്നാ? ഡോക്ടറുണ്ടെങ്കിൽ മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം, മലാഖി പ്രവചനം 2-ാം അധ്യായം.
13-ാമത്തെ വാക്യം പോലൊന്ന് വായിച്ചേ. എല്ലാവരും എടുത്തോട്ടോ. നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. നമ്മളതേ കർത്താവിന്റെ വരവിൽ നമ്മളങ്ങ് പോകും, രക്ഷപ്പെടുന്നൊക്കെ പറയും. പക്ഷെ ഇതിന്റെയൊക്കെ പുറകില് ചില സത്യങ്ങളുണ്ട്, നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി അത് വായിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ട് കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭക്തിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. വായിച്ചിട്ട് എന്നെ മനസ്സിലായി പറ. അത് ഉപേക്ഷിക്കരുത്, അത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അതിന് മുമ്പിൽ കുറച്ച് കാര്യമുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നില്ല? കുടുംബങ്ങളിലെ അസ്വസ്ഥതകള്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ പോകുന്ന അനവധി വിഷയങ്ങൾ, ഇന്ന് ആ വിഷയങ്ങൾ പരിഹരിക്കാനാണ് ഈ കുടുംബ കോടതികൾ മുഴുവനും ഇന്ന് വച്ചേക്കണത്, അല്ലേ? ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നം പരിഹരിക്കാനാ കുടുംബ കോടതി. 14 ജില്ലക്ക് 28, ഇപ്പൊ 33 കേൾക്കുന്നത്. ശരിയാണെന്ന് എനിക്കറിയില്ല. 28 എന്തായാലും ഉണ്ട്. 14 ജില്ലയേ ഉള്ളൂ. എന്താ സംഭവം? പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്. എന്നാ സംഭവിച്ച? ദൈവം എന്നാ പറയുന്നത്? ഒന്നും കൂടി വായിച്ചേ. നിങ്ങൾ എന്താ അവിശ്വസ്തത കാണിച്ചിട്ട് ഇവിടെ സഭയില് ദൈവസന്നിധിയില് ഉപവാസ പ്രാർത്ഥന, കരച്ചില, കണ്ണുനീര, ഞെരുക്കം കൊണ്ട് ദൈവത്തിന്റെ യാഗപീഠത്തെ മൂടിക്കളയുകയാണ്. കരച്ചിൽ കൊണ്ടും കണ്ണുനീര് കൊണ്ടും ഞെരുക്കം കൊണ്ടും ദൈവസന്നിധിയില് ദൈവത്തിന് യാഗമർപ്പിച്ച് അതിനകത്ത് ആ യാഗവസ്തു ദഹിച്ച് അതിന്റെ സൗരഭ്യ വാസന ഉയരേണ്ട സ്ഥാനത്ത് കരച്ചിലും കണ്ണുനീരും കൊണ്ട് എവിടെയാ തകരാറ്? കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം കിട്ടത്തില്ല. പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല. എന്താ കാര്യം? താഴേക്ക് വായിച്ചേ. നിനക്ക് നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നുണ്ട് യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. മനസ്സിലായി? പറ ഒന്നുകൂടി, അല്ലെ ഒന്നുകൂടെ വായിക്കേ. എന്താ സംഭവം അവിടെ? ദൈവം എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കാത്തെ? അവിശ്വസ്തത. ഈ അവിശ്വസ്തത കാണിച്ചതൊക്കെ ശരി, പക്ഷെ എന്താ സംഭവം? ഞാൻ പറയുന്ന അവളാണ് കുറ്റക്കാരി, അവള് പറയുന്നു ഞാനാണ് തെറ്റുകാരനെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴി ചാരുമ്പോ ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആരാ? അതാ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് വായിക്കാൻ പറഞ്ഞ. ഒന്നും കൂടി വായിക്കാം. അവിശ്വസ്തത കാണിച്ച നിനക്കും നിന്റെ ഭാര്യയ്ക്കും മധ്യേ ആരെ സാക്ഷി? ഭാര്യയ്ക്കും ഭർത്താവിനും മധ്യേ ഇതിന് സാക്ഷി നിൽക്കുന്നത് സ്വർഗത്തിലെ ഉടയവനാണ്. അതിനെ തിരസ്കരിച്ചിട്ട് ഈ സാക്ഷിയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ അടുത്ത നടപടിയിലേക്ക് കയറുന്നത്. എന്നിട്ട് എങ്ങനെ സമാധാനം വരും? എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും? എവിടെ ഇതിനെ പരിഹരിക്കാൻ കഴിയും? ഇതിന് സാക്ഷി നിന്നത് സഭയല്ല, വിവാഹം ചേർത്ത് വെച്ച ദൈവദാസന്മാരല്ല, അതിൽ ഒപ്പിട്ട സഭയിലെ സെക്രട്ടറിമാരല്ല. ആരാ സാക്ഷി നിൽക്കണേ? ഈ സത്യത്തെ അല്ലേ മറച്ചു കളയുന്നത്? ഇതിന് സാക്ഷി നിൽക്കുന്നത് ആരാ? ഞാൻ എന്റെ ഭാര്യയെ കുറ്റം പറയുമ്പോ, ഞാൻ ഭർത്താവിനെ കുറ്റം പറയുമ്പോ മറ്റുള്ളവരൊക്കെ കയറി ഇടപെട്ട് എന്നാ അങ്ങ് വേണ്ടെന്ന് വെച്ചോ. എന്നാ നീ നീ പോലെ നീ വേണ്ടെന്ന് വെച്ചോ. വിവാഹം ബന്ധം വേർപെടുത്തുകയാണ്. ആരുടെ മുമ്പിൽ വെച്ച?
ഈ വിവാഹ ബന്ധത്തെ സാക്ഷി നിൽക്കുന്ന ആളാരാ? സ്വർഗത്തിലെ ദൈവത്തോട് ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് പിന്നെ ഉപവാസമല്ല, പ്രാർത്ഥനയല്ല, കരച്ചിലും കണ്ണുനീരും കൊണ്ട് 21-40 ചെയ്താലും ഇതിന് പരിഹാരം കിട്ടില്ല. കാരണം ഇതിന്റെ സാക്ഷി ഡയറക്റ്റ് ആരാണ്? സഭയല്ല സാക്ഷി, ദൈവം തന്നെയാ ഭാര്യയ്ക്കും ഭർത്താവിനും മധ്യേ സാക്ഷി നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ഭർത്താവ് ഭയങ്കര മദ്യപിച്ച് ഭാര്യ മടുത്തു. ആർക്കും അറിയില്ല. ഭാര്യ പറഞ്ഞു ഞാൻ മടുത്തു. ശരിയാ, നോക്കുമ്പോ ഇവൻ ഭയങ്കര മദ്യപാനാ. എന്നാ സംഭവം? ഡീഅഡിക്ഷൻ ക്യാമ്പിലേക്ക് അവനെ കൊണ്ടുപോയി നന്നാക്കി എടുത്തു, കൗൺസിലൊക്കെ ചെയ്തു, അമ്മേനെ വിളിച്ചു, ഇവളെ വിളിച്ചു. സംഭവം ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തരികിട കളിക്കാൻ തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞപ്പോ വ്യക്തമായിട്ട് ദൈവദാസന്മാർക്ക് അവിടെ വെളിപ്പെടുത്തി കൊടുത്തു എന്നതാ സംഭവം എന്നുള്ളത്. വെളിപ്പെടുത്തി കൊടുത്തു. പുള്ളിക്കാരത്തോട് കാര്യം ചോദിച്ചപ്പോ രാത്രി 12 മണിക്ക് 2 മണിക്ക് മുതൽ മെസ്സേജിങ് ആണ് പരിപാടി. ആര്? പുള്ളിക്കാരത്തി. ഇങ്ങനെ സംഭവിച്ച ഈ സംഭവത്തിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഇവൻ കുടി തുടങ്ങി. പറയാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റുമോ? ഇവിടെ ചോദിക്കാൻ പറ്റുമോ? വീട്ടിൽ പിന്നെ തല്ലുവടിയല്ലേ? സ്വസ്ഥത ഉണ്ടാവുമോ വീട്ടില്? അറിയത്തില്ല, തിരിച്ചറിയുന്നില്ല. ഇപ്പതേ അതിനെ പരിഹാരാക്കി വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇവനത് ബോധ്യം വരാൻ വേണ്ടി ഇവൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം ഞാൻ കുടിച്ച് അഭിനയിച്ചിട്ട് വന്നു, കുടിക്കാതെ അഭിനയിച്ചിട്ട് വന്ന് സാധാരണ കിടക്കുന്ന പോലെ കിടന്നു. അവൻ പറഞ്ഞു ഈ സമയമായപ്പോഴത്തേക്കും 2 മണിയായപ്പോഴേക്കും പുള്ളിക്കാരത്തിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് മൊബൈല് വർക്കിംഗ് തുടങ്ങി. അപ്പോഴാ കുടുംബത്തിന്റെ അടുത്ത അവസ്ഥയാണ്. എന്നിട്ട് ഇത് കേൾക്കുന്നവർക്ക് വല്ലവർക്കും അറിയോ? കേട്ട ആൾക്കാരൊക്കെ പറഞ്ഞു, ആര്? ഈ പെൺകുട്ടിയുടെ ആൾക്കാരൊക്കെ പറഞ്ഞു നീ അവനെ അങ്ങ് വിട്ടേക്കാൻ. സംഭവം എന്നാന്ന് വല്ല അറിഞ്ഞോണ്ടാണോ? അവന് ഒഴിവാക്കി. 2 മക്കളുണ്ട്. ബന്ധങ്ങൾ കടന്നു പോകുന്ന വഴി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കൊച്ച നല്ലതെന്നും പറഞ്ഞ് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയൊക്കെ തുടങ്ങും. ഇതിന്റെ നടുക്ക് സാക്ഷി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് ആലോചന ചോദിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്ന? കരച്ചിലുകൊണ്ടും കണ്ണുനീരുകൊണ്ടും ഞരക്കം കൊണ്ടും ദൈവത്തിന്റെ യാഗപീഠത്തെ മൂടിക്കളഞ്ഞിട്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു നടന്നിട്ട് കുടുംബം തകർന്ന് കുടുംബം ആകെ അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, ദൈവിക അനുഗ്രഹം കുടുംബത്തിലില്ല. ഇതൊന്നും സംഭവിക്കാതെ നേടിക്കൊടുത്തില്ലേ തലമുറയ്ക്ക്? ഉപവസിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ആയുസ് മുഴുവൻ കളഞ്ഞ് ഈ ഭൗതിക മണ്ഡലം തേടിക്കൊടുത്തില്ലേ? നല്ല വിദ്യാഭ്യാസം, നല്ല സക്സസ് അവർക്ക് വരുത്തി കൊടുത്തില്ലേ? സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം നീ നിന്റെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തോ? അത് കൈമാറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവര് ആത്മീയ ദാരിദ്ര്യത്തിൽ എങ്ങനെയാണ് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഈ ജനറേഷൻ തലമുറ എങ്ങനെ ജീവിക്കുമെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് സ്വർഗീയമായ ബന്ധമില്ല. ഈ ആത്മീയ ബന്ധം അവർക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയില്ല, കഴിയുന്നില്ല. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും കൂടെ എത്ര കേസ് കെട്ടുകളാ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിലല്ലേ ദൈവം, അവരല്ലേ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവര് അവരല്ലേ? അല്ലേ? നമ്മളല്ലേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്? എന്നിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല തോന്നുന്നു? നോക്ക, ജനറേഷൻ ഗ്യാപ്പ് എന്നും പറഞ്ഞ് ആരും തള്ളിക്കളയരുത്, ഉത്തരവാദിത്തം പറയേണ്ടി വരും. കാരണം ജനറേഷൻ ഗ്യാപ്പ് ആണെങ്കിൽ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞ് ഒരു ജനറേഷനെ കൊണ്ടുവരുവാൻ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ വളർന്ന ഒരു സമൂഹത്തിന്റെ നടുവില ദൈവം ശില്പിയായി നിർമ്മിച്ച ആ ഭവനത്തെ കണ്ടുകൊണ്ട്
വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഞങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവര് ഈ ഭൂമിയിൽ വിശ്വാസത്തോടെ മരിച്ചു. ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു എങ്കിൽ ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാൻ തെരഞ്ഞെടുത്തതല്ലേ അടുത്ത തലമുറയെ. ഈ സത്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നോക്കുക, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വെച്ച്, അതുകൊണ്ട് നാം എപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും മനസ്സിലാക്കേണ്ടതിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും കഴിഞ്ഞു പോയതാ എങ്കിൽ കഴിഞ്ഞുപോയി. ദൂതന്മാർ മുഖാന്തരമൊക്കെ അരുളി ചെയ്ത അത് കഴിഞ്ഞു പോയ കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുന്ന വാക്കെന്നാ പറ. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളാലും വിവിധ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതായ ഇത്ര വലിയ രക്ഷയെ അതിന് മറുപടി നമ്മൾ കണ്ടെത്തിയാൽ മതി. എങ്ങനെയാ തെറ്റിയൊഴിയുക? കുഞ്ഞെ നമുക്ക് പറയാൻ പറ്റുമോ ഇവരാരാണ്ടൊക്കെ നിർബന്ധിച്ചിട്ടാ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന്? എന്താ രക്ഷയുടെ വില? ഇതാരാ തുടങ്ങിയ? ഇത് എവിടുന്നാ തുടങ്ങിയ? ഈ രക്ഷയുടെ പദ്ധതി എവിടെ ആരംഭിച്ചു? നമ്മുടെ ഇഷ്ടത്തിനാണോ? നമ്മളെ ദൈവം തന്റെ കൃപയാൽ നമ്മളെ ഈ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നിട്ട് നമ്മളെ വിശ്വസ്തയോടെ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഇതുവരെ വീണു പോയിട്ടില്ല, ഇനിയും വീണു പോകാതിരിക്കാൻ. എന്താ സംഭവിക്കുന്നത്? ദൈവം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിന്നത്. കുഞ്ഞുങ്ങളെ, ഇതിനൊക്കെ സാക്ഷി ആരാ? ഇതിന് സാക്ഷി നിൽക്കുന്ന ആരാ? ഈ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടതിന് സാക്ഷി നിൽക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവിനെ നൽകി എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്നത് ആരാ? അടയാളം, അത്ഭുതം, വിവിധ വീര്യപ്രവൃത്തികളും കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിൽക്കുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. ഈ ഭൂമിയിലത്തെ ഒരു ചട്ടക്കൂടുകളുമല്ല അതിന് സാക്ഷി. രക്ഷിക്കപ്പെടുവാൻ, വിശ്വസിക്കുവാൻ നിമിത്തമായത്, കാരണമായത് ഒരു പാസ്റ്ററാകാം, ഒരു വിശ്വാസിയാകാം, ഒരു നിമിത്തത്തിന് അതിന് പുറകിൽ പല വ്യക്തികളുടെയും പ്രാർത്ഥനയും കണ്ണുനീരും കാണാം. പക്ഷേ അന്ത്യസമയത്ത് കണക്ക് കൊടുക്കേണ്ടത് ആരുടെ മുമ്പിലാണ്? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് സഭയുടെ മുമ്പിലാണോ? വ്യക്തിയുടെ മുമ്പിലാണോ? ഇതിന് സാക്ഷി നിൽക്കുന്നത് ദൈവം. തിരിച്ചറിയണം. അപ്പൊ എവിടേക്കാ ദൈവം സാക്ഷി നിൽക്കുന്നത്? ആദ്യം നമ്മൾ കേട്ടു, സാക്ഷി വിളിക്കുന്ന ആരെയാ? മറന്നുപോയോ? അല്ല, പറഞ്ഞു തുടങ്ങിയത് സാക്ഷി നിന്നത്, സാക്ഷിയായി വിളിക്കുന്നത് ആരെ? ഭൂമിയെ വിളിക്കും. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ ഭൂമിയുടെ നിലവിളി സ്വർഗത്തിലെത്താൻ പ്രിയപ്പുറപ്പുറപ്പെ നമ്മൾ അനുവദിക്കില്ല എന്നൊരു തീരുമാനം മുമ്പിലുണ്ടാവും. ഞാൻ താമസിക്കുന്ന എൻ്റെ ദേശം നിലവിളിക്കരുത്, ആ ദേശത്തിന് വേണ്ടി നിലവിളിക്കാനായി എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ സമയം പറയാം, ഇതൊക്കെ എടുത്ത് പറയാൻ. അതുകൊണ്ടാണ് മനസ്സിലായോ? ഏൽപ്പിക്കപ്പെട്ട ഭൂമി നിലവിളിക്കും. ഭൂമി പറയും, ഇന്ന ദേശത്ത്, ഇന്ന ഭാഗത്ത്, മലോട്ടിച്ചാല് ദേശത്ത് ബിജു എന്ന് പറയുന്ന ഒരു കുടുംബം
തിരൂരിന്റെ ദേശത്ത് ബിജുവിന്റെ കുടുംബം ഇത്ര വർഷങ്ങളായി അവിടെ ജീവിക്കുന്നുണ്ട്. അവിടുത്തെ ജനം, അവിടുത്തെ ഭൂമി പാപം കൊണ്ട് നിലവിളിക്കുന്നതിന് മുൻപ് നമ്മളോ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാ. അതിൽ ആദ്യം സാക്ഷി വിളിക്കുന്ന ആരെയാ? ഭൂമിയെ. കുടുംബം ബന്ധത്തിൽ സാക്ഷി നിൽക്കുന്നതാരാ? കുടുംബ ബന്ധത്തിൽ സാക്ഷി നിൽക്കുന്നത് ദൈവം. അപ്പൊ കുടുംബത്തിന്റെ ഭദ്രത ശരിയാക്കണമെങ്കിൽ മനുഷ്യന്റെ ആലോചനയാണോ? മനുഷ്യനാണോ ഈ കെട്ടുറപ്പുണ്ടാക്കിയത്? അല്ല. പക്ഷെ മനുഷ്യൻ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇന്നും വിവാഹം പോലും വേണ്ട, വിവാഹം വിലക്കുന്നതിനെ കുറിച്ചൊക്കെ വചനത്തില്, പുതിയ നിയമത്തില് കിടക്കുന്നുണ്ട്. തലയെ മുറുകെ പിടിക്കാതെ കുടുംബ ബന്ധങ്ങളുടെ നാശം സംഭവിക്കുന്നത് ഒന്നാമത്തെ വ്യവസ്ഥ ദൈവത്തിൽ നിന്ന് തെറ്റി മാറുന്ന ദൈവജനം. ദൈവജനത്തിന്റെ അനുഗ്രഹിക്കേണ്ട ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് അനുഭവിക്കേണ്ടെന്ന സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞെ നമ്മുടെ ഭവനത്തിൽ ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുവാൻ തയ്യാറാകണം. മടങ്ങി വരാൻ തയ്യാറായാൽ അത് ഈ രക്ഷിക്കപ്പെടാത്ത ജനതയ്ക്ക് വേണ്ടി വെച്ചതല്ല. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ അതെനിക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിച്ചാൽ, എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും. മനസ്സിലാവുന്നോ? സഭയിൽ വന്നിരിക്കുമ്പോഴല്ല തുടക്കം എവിടെയാ? വായിച്ചോ. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, വായിച്ചോ, എന്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരും. എപ്പോ സംഭവിക്കും? ഇതെപ്പോൾ സംഭവിക്കും? മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയില്ലേ? റെഫറൻസ് കിട്ടിയില്ലേ? 63-ന്റെ 4-ാമത്തെ വാക്യല്ലേ അത്? 6 5 മുതൽ 6 അതെ 5-ാം വാക്യം അല്ലേ? 5-ാമത്തെ വാക്യം എവിടെയാ തുടങ്ങുന്നത്? കിടക്കയിൽ. ഇതെവിടെയാ? വീട്ടിൽ ആരംഭിക്കും. എന്ത്? എന്റെ ശാരീരിക മാനസിക മേഖലകളിലുള്ള ദൈവത്തിന്റെ വിടുതൽ എവിടെ അനുഭവിക്കാൻ പറ്റണം? കിടക്കയിൽ ആരംഭിക്കും, വീട്ടിൽ ആരംഭിക്കും. എന്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരും. എന്നിട്ടോ എന്റെ വായ സന്തോഷമുള്ള അതരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണമെങ്കിൽ എന്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുമ്പോൾ എന്റെ അതരം ദൈവത്തെ സ്തുതിക്കും. എന്റെ ശരീരത്തിന് ആവതില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ നേരം കൊടുക്കുമ്പോ എന്നാ പറയും? ഇന്ന് വയ്യ, തീരെ പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ ഇന്ന് വയ്യ എന്ന് പറയില്ലേ? കാരണം ആവുന്നുണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ എവിടെ തുടങ്ങണം? കിടക്കയിൽ, വീട്ടിൽ. കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണൻ എവിടെയാ? രക്തത്തില്. അപ്പൊ പ്രാണന് മജ്ജയും മേധസ്സും വരും എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ സയൻസിലേക്കൊക്കെ പോകുന്നത് നല്ലതാ. ഇതിനകത്തുള്ള ഔഷധക്കൂട്ട ഇതൊക്കെ. രക്തത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിന് ഉന്മേഷം വരില്ലേ? ശരീരത്തിന് തേജസ് വരില്ലേ? ശരീരത്തിന് നല്ല എന്താ പറയാ ഊർജം പകരില്ലേ? ഇത് രക്തം അവിടെ ഇവിടെ എല്ലാം ബ്ലോക്കായി കിടക്കുക. രക്തത്തിന് ഒഴുകാൻ ശരീരത്തിന്റെ അകത്തും പറ്റില്ല, മനസ്സിലും പറ്റില്ല. എന്താ കാരണം? മനസ്സ് പോലും കലങ്ങിയിരിക്കുന്ന അവസ്ഥയില് ഇതിനൊക്കെ ഈ ശാരീരിക
ബന്ധം മുതല് നമ്മൾക്ക് ഇവിടെ അനുഭവിക്കാൻ തരുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം അനുഭവിക്കാൻ തരുന്നതാണെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്കത് സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തെ പരിശോധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞേക്കരുത്, നമുക്ക് മടങ്ങി വരാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ ശൂലത്തേലൊന്നും കൊണ്ടുപോയി വെക്കരുത്. അത് വേറെ സംഭവം. സ്തെഫാനോസിന്റെ കല്ലേറൊന്നും നമ്മൾ പേടിക്കാൻ നിൽക്കണ്ട. പിടികിട്ടുന്നുണ്ടോ? നമ്മള് ക്രമീകരണം വരുത്തി കുടുംബ ജീവിതം മുതൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തുള്ള ജീവിതത്തിന്റെ സാക്ഷ്യം മുതൽ നമുക്ക് പരിശോധിച്ചാൽ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ എന്റെ ഭവനത്തിൽ, എന്റെ സഭയിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടില് സമ്പത്ത്, ഭക്ഷണം, ആഹാരം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഒരു അതിഥി കയറി വന്ന, ഒരു വ്യക്തി കയറി വന്ന അവന് വയറ് നിറച്ച് ആഹാരം കൊടുത്തു വിടില്ലേ? എന്താ കാരണം? ഇവ കയറി വരുമ്പോ നമ്മുടെ വീട്ടിൽ ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല, കഴിക്കാനുള്ള ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ലെങ്കിൽ നമ്മൾ ആകെ കിടന്ന് പരതിയിട്ട് എന്തു പറയും? ആകെ കഷ്ടപ്പെടില്ലേ? ഇല്ലേ? അപ്പൊ എന്താ? ഭൗതിക സമ്പത്ത് നമ്മുടെ വീടിന്റെ അകത്തുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്നവർക്ക് അനുഗ്രഹമല്ലേ? കൈന്നെടുത്ത് കൊടുക്കാൻ എന്തെങ്കിലും ഇല്ലേ കലത്തില്? ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയ കൂടപ്പിറപ്പെ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയില് പുതിയതായിട്ടൊക്കെ കടന്നു വരുന്ന വ്യക്തികൾക്ക് ആത്മീക അനുഗ്രഹങ്ങളുടെ സമ്പത്ത് എന്റെയും നിങ്ങളുടെയും ദൈവം ഏൽപ്പിച്ചത് നിക്ഷേപമായിട്ട് നമ്മുടെ കരത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്ക് ഗുണമുണ്ട്? ഇന്ന് ചോറും കറിയാണോ ആൾക്കാർക്ക് വേണ്ടത്? ആണോ? ചോറും കറിയും ആൾക്കാർക്ക് കിട്ടിയാൽ മതിയോ? അതിന്ന് എവിടെയായാലും കിട്ടും. ഏത് സമൂഹത്തിൽ ചെന്നാലും വസ്ത്രം കിട്ടും, ചോറും കറികളും കിട്ടും, എല്ലാ സംഭവങ്ങളും കിട്ടും. ഇതെല്ലാം അവരുടെ കൈവശമുണ്ട്. ജനങ്ങൾക്ക് എല്ലാവരും കൊടുക്കും. പണ്ടത്തമാരിലൊന്നല്ല, ഇപ്പൊ ചോദിച്ചാൽ എന്ത് ചെയ്തോളൂ? എല്ലാവരും കൊടുക്കും. അത് വീഡിയോ കൂടെ എടുക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തോളൂ? ചോദിച്ചതിന്റെ ഇരട്ടി കൊടുക്കാൻ ഇന്ന് ആൾക്കാർ തയ്യാറാകും. അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പൊ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താ ജനത്തിന്റെ പ്രശ്നം? നമ്മളെ എന്താ ഏൽപ്പിച്ചേക്കണേ? ഈ ഭൂമിയിൽ ഇല്ലാത്ത, മനുഷ്യന് നൽകപ്പെടാൻ കഴിയാത്ത, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത സ്വർഗത്തിലെ നിക്ഷേപം എന്റെയും നിങ്ങളുടെയും അകത്ത് ദൈവം നിക്ഷേപിച്ചതാ. അത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കാനും കൈമാറ്റം ചെയ്യാനും കഴിയണം. നമ്മുടെ സഭ ആത്മീയ സമ്പന്നത കൊണ്ട് നിറയുകയാണെങ്കിൽ ഇവിടെ കടന്നു വരുന്നവര് ദാരിദ്ര്യത്തോടെ മടങ്ങില്ല. അവന്റെ ജീവിതത്തിന് വിടുതല്, അവന്റെ ഹൃദയത്തിന് സമാധാനം, അവന്റെ ശരീരത്തിന് രോഗത്തിന്റെ മേലാണെങ്കിൽ അതിന്റെ മേൽ വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് എനിക്ക് ലഭിച്ചതാണെങ്കിൽ എന്റെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അവര് സ്വർഗീയ സമ്പന്നത കൊണ്ട് നിറയും. പ്രിയമുള്ളവരെ, അതിന്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമൊന്നുമല്ല നമ്മളെ ഈ പദവിയിലേക്ക് എത്തിച്ചത്. ആ ദൈവത്തെ കഴിഞ്ഞും എന്തുകൊണ്ടാ ഈ പഴയ പിതാക്കന്മാര് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നുള്ളവരുടെ ദൈവമായ യഹോവേ എന്ന് വിളിച്ചപ്പോൾ നമ്മൾക്ക് എന്താ തന്നിരിക്കുന്ന വ്യത്യാസം? ആ വ്യത്യാസം കൂടെ പറഞ്ഞ് ഇതിപ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ വ്യത്യാസം നമ്മളൊന്ന് അറിയണം. എങ്ങനെയാ വ്യത്യാസം വന്നത്? അവർക്കെന്താ നോക്കുക. അപ്പോസ്തലന്മാര് യേശു കർത്താവിനോട് കൂടെ കൂടി ഇപ്പൊ പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്താ പഠിപ്പിച്ചേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വാസ്തവത്തില് ഈ യഹൂദന്മാരായിരിക്കുന്ന ഇവര് എങ്ങനെയാ ദൈവത്തെ എങ്ങനെ പറഞ്ഞാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പോ ഒരു പുതിയ സിസ്റ്റം. ദൈവത്തെ എങ്ങനെ വിളിക്കാം? ദൈവത്തെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാം? പറ, പിതാവേ, അപ്പാ എന്ന് വിളിക്കാനുള്ള ആ പദവിയിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിച്ചു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അവിടെയുണ്ട്, അതുകൂടെ വായിച്ച് നമുക്ക് ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷ
അവകാശതയുള്ളവനല്ല. അല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം ആ. രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ടും നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നു. നീ ഇനി ആരല്ല, ദാസനല്ല, പിന്നെ ആരാ? പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ദൈവത്തിന്റെ ഹിതത്താൽ അവകാശികളുമാണ്. അപ്പൊ എങ്ങനെയാ ഈ പദവി നമുക്ക് ലഭിച്ചത്? നമ്മൾ ആദ്യം വായിച്ചു, അബ്രാഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്, ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പ്രാപിക്കണം, അല്ലെ? അപ്പോ ഈ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് ലഭിച്ച അധികാരം എന്താണ്? അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ യഹോവേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ എന്റെ പിതാവേ. അപ്പൻ മക്കൾ ബന്ധത്തിലേക്ക് എന്നെയും നിങ്ങളെയും മാറ്റിയതാ. ജനറേഷൻ ഗ്യാപ്പ്. യഹോവയായ ദൈവം കൈമാറ്റം ചെയ്ത് തലമുറകൾ മാറി കടന്നു വന്നെങ്കിൽ ഈ തലമുറയിലേക്ക് ക്രിസ്തുവിന്റെ വരവോടെ സംഭവിച്ച മാറ്റം നമ്മൾ പറയുന്നു ജനറേഷൻ ഗ്യാപ്പ് ലോകത്തിലല്ല ഉള്ളത്. എവിടെയാണ് ജനറേഷന്റെ ഗ്യാപ്പും ആ ഗ്യാപ്പിനനുസരിച്ചുള്ള ആത്മീയ വ്യതിയാനവും? വ്യതിയാനം ഞാൻ ഉദ്ദേശിച്ചത് മാറ്റങ്ങളാണ്. മാറ്റം ഓരോ സമയത്തും വെളിപ്പാടുകൾ. അതിന് നമുക്ക് പറയാം കാലഘട്ടം അനുസരിച്ച് നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള വെളിപ്പാടുകൾ അതാത് തലമുറയ്ക്ക് എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഓരോ തലമുറയിലും അവർക്ക് അവിടെ ദൈവമേ, യഹോവയായ കർത്താവേ, യാഹ്വേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞുള്ളെങ്കിൽ നമ്മൾക്ക് കിട്ടിയ പദവി അകന്നു നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് എങ്ങനെ പദവി കിട്ടിയത്? അപ്പ എന്ന് വിളിക്കാനുള്ള പദവി എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയ? കാൽവറി യാഗത്തിലൂടെ. എങ്ങനെ കിട്ടിയ? ഒന്നുകൂടെ പറയാനുണ്ട്, കുറച്ചുകൂടി വ്യക്തത പറയാനുണ്ട്. ഒന്നും കൂടെ വരാണ്ട് ചിന്തിക്കുക. വളരെ ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പനെ, ദൈവത്തെ നമുക്ക് അപ്പൻ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ പദവി കിട്ടി എന്നുള്ളത്? ഇതിലൊക്കെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, ഒറ്റ വാക്ക്. വീണ്ടും ജനനത്തിലൂടെ. ജനറേഷൻ ഗ്യാപ്പിലേക്ക് കിട്ടിയ ഈ ജനനം കിട്ടിയില്ലേ? അവർക്കൊക്കെ അവിടെ വിശ്വാസങ്ങൾ കൈമാറി വിശ്വാസം. ഓക്കെ, എന്തുകൊണ്ട് അബ്രാഹാമിന്റെ വിശ്വാസം ഇപ്പോഴും പറയണെന്നറിയോ? അബ്രാഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? എന്നാ വിശ്വസിച്ച? തന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും എന്തോ പിടികിട്ടോ വിശ്വാസത്തിന്റെ ആഴം? ന്യായപ്രമാണമൊന്നുമില്ല എന്ന്. തന്റെ നിർജീവത്വം ഗ്രഹിക്കുക, അറിയുക. നിർജീവത്വം എന്ന് പറഞ്ഞാ വെള്ളത്തിന്റെ ഗന്ധം തട്ടിയാൽ പോലും പൊടിച്ചു വരാൻ സാധ്യത. തന്റെ ശാരീരികമായ മേഖലയിൽ ഇനിയൊരു സാധ്യതയ്ക്ക് അവസരമില്ലെന്ന് താൻ മനസ്സിലാക്കിയിട്ട് ഈ വിശ്വാസത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ വിശ്വാസം ഫോളോ ചെയ്തു വന്നതാണ് ആര്?
അബ്രഹാം നമുക്ക് കിട്ടിയ വിശ്വാസം എന്താ നോക്കുക. നമ്മൾ പറയുന്ന ജനറേഷൻ ഗ്യാപ്പില് ഏറ്റവും ടോപ്പ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താ മാറ്റം അറിയോ? അവിടുന്ന് ആ വിശ്വാസം കൈമാറ്റം ചെയ്ത് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അതിനെ ജീവൻ വെപ്പിച്ച് തന്റെ വാഗ്ദത്ത നിവൃത്തി ദൈവം ജനതയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ നിർജീവത്വം ആയ അവസ്ഥയെ ജീവിപ്പിച്ച് ഇവിടം വരെ ദൈവത്തിന് എത്തിക്കാൻ കഴിഞ്ഞത് ഒന്നല്ല, നൂറുകണക്കിന് ദൈവദാസന്മാരുടെ ജീവിതവും അനുഭവങ്ങളും എഴുതിയും വായിച്ചും പഠിച്ചും മനസ്സിലാക്കി അബ്രഹാം ഇത് വിശ്വസിച്ചപ്പോൾ അബ്രഹാമിന് പുറകിലേക്ക് നോക്കാൻ ഒരാളില്ലായിരുന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? ദൈവം ഇങ്ങനെയുള്ളതിനെ വഴി നടത്തിയിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ അബ്രഹാമിന്റെ പുറകിൽ ഒരു വിശുദ്ധനെ കാണാനില്ല. ആ സമയത്താണ് നമ്മളെ എത്ര നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ കൈവശം എഴുതി തന്ന് പരിശുദ്ധാത്മാവത് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ട് ഇതുപോലും വിശ്വസിക്കുവാൻ നമ്മൾക്ക് മനസ്സില്ലാതെ നമ്മൾ ഗ്യാപ്പ് പറഞ്ഞ് കാലഘട്ടം പറഞ്ഞ് മറ്റുള്ളവന്റെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ദൈവിക നന്മ അനുഭവിക്കാതെ ഞെരുങ്ങിയും കരച്ചിലും കണ്ണുനീരും കൊണ്ട് നമ്മൾ മാറുന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ വിശ്വാസം ഇവർ കൈമാറ്റം ചെയ്തു പോന്നെങ്കിൽ ഇവിടെ നമ്മൾക്ക് ലഭിച്ചത് ക്രിസ്തുയേശുവിലൂടെ സ്വന്തം പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് പകർന്നു തന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ തന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ അവകാശം നമ്മളിൽ പകർന്നു തന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വിശ്വാസം നമ്മൾ ഇതിന് കണക്ക് കൊടുക്കണോ വേണ്ടയോ? നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ തകർന്നു പോയത്, വീണുപോയത്, മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് ഇന്നിന്റെ കാരണം കൊണ്ടാണെന്ന് പറയാൻ ഒരു ഓപ്ഷനും നമുക്കില്ല. കാരണം നൂറുകണക്കിന് സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ കൈകളിലിരിക്കുക. ഈ എഴുതി കിട്ടിയ വചനം 100 പേരുടെ അബ്രഹാം താൻ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ താൻ കണ്ട ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ മുതല വരുന്നത്? നോഹയുടെ കാലഘട്ടം വരുന്നത്. നോഹയ്ക്ക് എവിടെ നിന്ന് വരുന്നത്? എനോശിന്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആരാധന നടക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ കൈമാറി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഈ ജനറേഷനിൽ അതെവിടെ എത്തി നിൽക്കുന്നു? ഇതെവിടെ എത്തി നിൽക്കുന്നു? മോളെ എവിടെ എത്തി നിൽക്കുന്നു? പറ. നമുക്കത് അറിയണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി എങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? ഈ സ്വന്തം പുത്രന്റെ ആത്മാവിനെ എന്റെ അകത്ത് തന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് ദൈവം ദൈവമായും ജനം ദൈവത്തിന്റെ ജനമായിരിക്കുമ്പോൾ നിങ്ങളെ ദൈവം കൈക്കൊണ്ട് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള പദവി, ആ പദവിയിലേക്ക് എത്തിപ്പെട്ടിട്ടും നമ്മൾ പറയുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എല്ലാം തകിടം പറയുകയാണെന്ന്. ശുദ്ധനുണയാണ് സാത്താൻ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ചതിയ. അതിന്റെ ഒന്നാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒന്ന്, വിവാഹം വേണ്ട എന്ന് വെക്കുന്ന ആ തീരുമാനങ്ങൾ നമ്മുടെ തലമുറയെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ദൈവികമല്ലാതെ ദൈവിക വ്യവസ്ഥയ്ക്ക് എതിരാണ്. ആണും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ദൈവിക വ്യവസ്ഥയ്ക്ക് അത് എതിരാണ്. ലോകം അതിനെ അംഗീകരിക്കും. ഈ രാജ്യത്ത് നടപ്പാകും. ഈ രാജ്യത്തിന് ആ നിയമം കുഴപ്പമില്ല. പക്ഷേ സ്വർഗീയ രാജ്യത്തിലേക്ക് ഇതിനെ മ്ലേച്ഛതയായി കാണുന്ന ആ ഒരു രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസൃതമായി യാത്ര ചെയ്യേണ്ടവരല്ല. ഈ കാലഘട്ടം എത്ര മോശമാണെങ്കിലും അതിന്റെ നടുവില് നമ്മെ ജയോത്സവമായി നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മശക്തിയ നമ്മുടെ അകത്ത് പകരുന്നത്. ഇത് തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ നമ്മൾ, കാരണം വാഗ്ദത്തം എനിക്കുള്ളതാ
അങ്ങനെയാണെങ്കിൽ അതെൻ്റെ തലമുറയിലേക്ക് വരണം. Praise the Lord. നമ്മൾ സ്വർഗീയ ആത്മീയ നന്മകളെ കൊണ്ട് നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്, ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ സ്വർഗീയ സമ്പത്ത് നമ്മുടെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ ഉണ്ടാവില്ല. Praise the Lord. ദൈവിക വ്യവസ്ഥ കൽപ്പന ലംഘിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മനഃപൂർവ്വം തട്ടിക്കളയുന്നു. ഏതാ ദൈവിക വ്യവസ്ഥകൾ? ഇന്നത്തെ സമയം കളയുന്നില്ല. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാൻ, ഇപ്പോഴത്തെ ഈ നാശത്തെക്കുറിച്ച് ഒത്തിരി സംഭവമുണ്ട്. പക്ഷെ നമുക്കത് മുഴുവൻ പറയാനുള്ള സമയം നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടം ഏതാണെന്ന്. എന്നിട്ട് നമ്മൾ പറയണം, ഒരു ന്യൂ ജനറേഷനും ഒരു തലമുറയുടെ ഒരു കാലഘട്ടങ്ങളും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ള സത്യം നമ്മൾ മറന്നു കളയുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തെ നോക്കുന്നത്, ദൈവിക വ്യവസ്ഥയെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഈ തലമുറയ്ക്ക് ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. ദൈവിക പദ്ധതികൾ നഷ്ടപ്പെടരുത് കർത്താവേ. സ്വർഗത്തിലെ ദൈവമേ എന്ന് വിളിച്ചിരുന്ന ആ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്നത് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വന്തം പുത്രന്റെ ആത്മാവിന്റെ ശക്തിയാണ് ദൈവമേ ഞങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെ ദൈവമേ ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ തലമുറയ്ക്ക് ദൈവമേ അതൊരു സ്വർഗീയ സമ്പത്ത് ഈ ഭൂമിയിൽ അവർ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ദൈവീകമായ പ്രവൃത്തികൾ ഞങ്ങളുടെ സഭയില്, കുടുംബങ്ങളില് കർത്താവേ വെളിപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു വാക്ക് എല്ലാവരെയും സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും ഒരാള് ചുരുങ്ങിയ വാക്കുകളിൽ ഈ കേൾപ്പിച്ച വചനത്തെ ദൈവകരത്തിൽ സമർപ്പിച്ചത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തിരുനാൾ സമയത്തിനായി